പ്രിയ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോ ഞാനിന്നും ഓരോ വീഡിയോകൾ ഇടാറുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്നു, ഓരോ പരിപാടികൾ നടക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആ വേദികളിലൊക്കെ കാണാൻ പോകാറുണ്ട്, എല്ലാ പരിപാടികളും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ വേദികളിൽ നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ പരിപാടികൾ, അവരുടെ ഓരോ വിവിധങ്ങളായ നല്ല കഴിവുള്ള മിടുക്കന്മാരായ കുട്ടികൾ ഓരോ പരിപാടികൾ കാണുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, ആ കുട്ടികളുടെ പരിപാടികൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ വളർത്തി പ്രാപ്തരാക്കിയ അവരുടെ അച്ഛനമ്മമാരും, അതുപോലെ തന്നെ അവരുടെ ആ വീട്ടിലുള്ള മറ്റംഗങ്ങൾ, ചിലപ്പോൾ അവിടെ മുത്തച്ഛന്മാരോ മുത്തശ്ശിമാരോ ഒക്കെ കാണും. അപ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷം, അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ മുത്തശ്ശിമാർക്കും മുത്തച്ഛന്മാർക്കും ഒക്കെ ആയിരിക്കും ആ വേദികളിൽ വന്നിരുന്ന് ആ കുട്ടികളുടെ പ്രകടനങ്ങൾ കണ്ട ആ സന്തോഷം, അതാണ് നമ്മൾ ഏറ്റവും അധികം കാണേണ്ടത്. അത് എനിക്ക് എൻ്റെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരുമ്പം, നമുക്ക് നമ്മുടെ പണ്ട് കാലത്ത് നമുക്ക് സ്കൂളുകളിലൊക്കെ നമുക്ക് അച്ഛനോ അമ്മയോ വരുന്നതല്ലാതെ നമുക്കൊരു മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒന്നും വരാനുള്ള സാഹചര്യമില്ല പണ്ട് കാലങ്ങളിൽ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരോടൊപ്പം വളരുന്ന കുട്ടികൾക്ക് ചിലപ്പം അമ്മയും അച്ഛനൊക്കെ ചെറിയ പ്രായക്കാരായിരിക്കും. അപ്പം കൂടുതലും അവർ ജോലിക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ പോകുന്നത് പ്രായം ചെന്ന മുത്തശ്ശന്മാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, തൻ്റെ മകൻ്റെ കുട്ടി അല്ലെങ്കിൽ തൻ്റെ മകളുടെ കുട്ടി അങ്ങനെ ആ ഒരു സമ്മാനങ്ങളായിട്ട് വാങ്ങുന്ന അവരെയാണ് വളരെ സന്തോഷമാക്കുന്നത്. അപ്പോൾ അവരുടെ അങ്ങനെ ഒരു അച്ചാച്ചൻ, ഒരു പ്രായം ചെന്നൊരു അച്ചാച്ചനെ എനിക്കറിയാം. ഒരു കഥാരചനയിൽ ഒരു കുട്ടി സമ്മാനം വാങ്ങുമ്പോൾ അച്ചാച്ചനെ ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. അവർ അവിടെ വന്നിരുന്ന് കുട്ടികളെ പഠിപ്പിച്ച്, അപ്പോൾ ആ കുട്ടിയുടെ സമയം കഴിയുന്നിടം വരെ ആ അച്ചാച്ചനും അവിടെ ഇരുന്ന് കുട്ടിയെയും കൂട്ടി വീട്ടിലെത്തുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയസ്പർശിയായ ഓരോ സംഭവങ്ങളാണ്. കാരണം ഓരോ അച്ചച്ചൻ അമ്മമ്മ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ എല്ലാവർക്കും ചിലപ്പോൾ അതൊന്നും ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ എന്നെയെല്ലാം സംബന്ധിക്കുമ്പോൾ എനിക്കതൊരു വളരെ നമുക്ക് സ്വന്തമായി കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് കിട്ടുന്ന അതൊരു സ്വത്ത്. ഏറ്റവും ഒരു ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങാൻ നമുക്ക് കിട്ടാത്തൊരു മുതൽ തന്നെയാണ് നല്ല സ്നേഹിക്കുന്ന അമ്മമ്മമാരും അച്ചച്ചന്മാരും. പക്ഷെ നമുക്കെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാഴ്ചകളാണെന്ന്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു വേദനകളുണ്ടാക്കാം അങ്ങനെയുള്ളവരുടെ